മെയ് 4-ാം തീയതി പന്തലിടുവാൻ പറഞ്ഞത് പിണറായി വിജയന്റെ അടിയന്തരത്തിനാണ് എന്നത് ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ITV ന്യൂസ് ആയിരുന്നു അപ്രകാരം ഒരു വാർത്ത കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത്. വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ഇവന്റ് നടത്തിയ ഇവന്റ് മാനേജേഴ്സിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ജർമ്മൻ ഹാങ്ങർ ഇടുവാനായിട്ട് അഡ്വാൻസ് കൊടുത്തു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അത് വലിയ വിവാദമായിരുന്നു. അതെന്തിനു വേണ്ടിയാണ് പന്തലിടുന്നത്? നിലവിലെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് പന്തലിടുന്നത് ഒന്നെങ്കിൽ ഒരു ആഘോഷത്തിനായിരിക്കും, അല്ലെങ്കിൽ ഒരു അടിയന്തരത്തിനായിരിക്കും. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ നാണം കെട്ട പതനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ 4-ാം റൗണ്ട് എണ്ണുമ്പോഴും പിണറായി വിജയൻ ധർമ്മടത്ത് പുറകിലാണ്. ഇതോടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM എന്ന പാർട്ടിയുടെ അന്ത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, UDF-ന് ഈ മിന്നും വിജയം ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതി, ഈ സ്വേച്ഛാധിപതി കഴിഞ്ഞ 10 കൊല്ലം കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ചു വെണ്ണീറാക്കിയതിന്റെ ആ കനത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ കൊണ്ടാണ്. ഈ പിണറായി വിജയന്റെ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ കുറയ്ക്കുവാനായി പണിയെടുത്ത ആ VD സതീശന് പിണറായി വിജയന് കൊടുത്ത പോലെ തന്നെ കനത്ത പ്രതികരണം ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വാർത്ത വരുമ്പോൾ UDF ഏതാണ്ട് 101 സീറ്റുകളിൽ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ഒരു മിന്നും വിജയത്തിലേക്ക് UDF അടുക്കുമ്പോഴും ആയിരക്കണക്കിന് കോടി ഇറക്കി PR നടത്തിയ, എന്റെ തല എന്റെ ഫ്ലെക്സ് ബോർഡ് എന്ന തലത്തിൽ ഓടി നടന്ന് സകല PR ക്യാമ്പയിനുകളും പാർട്ടിയെ തന്നിലേക്ക് ചുരുക്കുവാൻ ശ്രമിച്ച, മാധ്യമങ്ങൾക്ക് കോടികൾ കൊടുത്ത് PR എക്സസൈസ് നടത്തിയ ആ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറവൂരിൽ 2-ാം റൗണ്ട് എണ്ണുമ്പോൾ പുറകിലായിപ്പോയി. കഴിഞ്ഞ 25 വർഷത്തെ VD സതീശന്റെ ആ രാഷ്ട്രീയ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ 5 തവണ 25 വർഷം തുടർച്ചയായി അദ്ദേഹത്തിന്റെ വോട്ട് നില ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ നോക്കുക, ഇത്രയും വലിയ തരംഗമുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി സർവവും ഞാനാണ് പാർട്ടി എന്ന തരത്തിൽ പിണറായി വിജയനെ പോലെ അഹങ്കരിച്ച് നടന്ന ആ VD സതീശന് പറവൂരിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകി. 2-ാം റൗണ്ട് എണ്ണുമ്പോൾ ഒന്നോർക്കുക, അടുത്ത മുഖ്യമന്ത്രി എന്ന തരത്തിൽ പൊസിഷൻ ചെയ്യപ്പെട്ട, ഇത്രയും PR-കൾ നടത്തിയ ആ മനുഷ്യൻ പിന്നിലായിപ്പോയി. ആരുടെ? ടൈസൺ മാസ്റ്ററുടെ. ഇതിൽ നിന്നും തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ VD സതീശന്റെ ഇൻഫ്ലുവൻസ് കണ്ടല്ല, VD സതീശൻ എന്ന ഒരു ഫാക്ടറി ആയിരുന്നില്ല. ആ VD സതീശനെയും നമ്മൾ മിഷൻ 250-ൽ പറഞ്ഞ ആ വ്യക്തികൾക്കെല്ലാം കനത്ത ട്രെൻഡ് നിൽക്കുമ്പോഴും കനത്ത വെല്ലുവിളി നേരിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനം VD സതീശൻ തന്നെ. VD സതീശൻ ഈ വാർത്ത വരുമ്പോൾ ഏതാണ്ട് 950 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. വളരെ ദയനീയമായി പിന്നോട്ട് പോവുകയാണ്. അതേസമയം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ 22,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. അദ്ദേഹം ഒരു PR ക്യാമ്പയിൻ ചെയ്തതായി നമ്മൾ കണ്ടില്ല. വളരെ ജനകീയനായി ജനങ്ങളുടെ ഇടയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണ് കണ്ടത്. തുടക്കത്തിൽ ഈ ചാണ്ടിയുമ്മനെയും ഒന്നുമല്ലാതാക്കി ശ്രമിക്കുന്നത് ഈ VD സതീശനും സംഘവും അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ പോലും ഒരു സീറ്റ് പോലും നൽകാതെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഇദ്ദേഹത്തിന്റെ സഹോദരിയെ പാരലായി ഇറക്കി ഇദ്ദേഹത്തെ പിന്നോട്ടാക്കുവാൻ ശ്രമിച്ചു. അതിനിടയിലെല്ലാം ഇതാ നാട്ടുകാർ കൊടുത്ത സപ്പോർട്ട് കാണുക. ഇതാണ് സപ്പോർട്ട്, ജനങ്ങൾ കൊടുത്ത സപ്പോർട്ട് കാണുക. 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുന്നു. അതുപോലെ മാത്യു കൊളനാടൻ എന്ന് പറയുന്ന VD സതീശൻ ഒതുക്കുവാൻ ശ്രമിച്ച യുവനേതാവ് ഇതാ 10-15,000-ലധികം വോട്ടുകൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ യുവനേതാക്കന്മാരെല്ലാം, കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരെല്ലാം വലിയ ലീഡ് കരസ്ഥമാക്കുമ്പോൾ നമ്മൾ മിഷൻ 250-യിലൂടെ
നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന തോൽപ്പിക്കേണ്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞവരെ ജനങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, i2 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബാൻഡ്വിഡ്ത്ത് ചെറുതാണ്. പക്ഷേ അതിന്റെ ഒരു തരംഗം നമുക്കുണ്ടാക്കാൻ സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും. ഇത്രയേറെ തരംഗം നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ഇപ്പോൾ തന്നെ വി.ഡി. സതീശൻ ആരംഭിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശന്റെ പണം പറ്റുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, വി.ഡി. സതീശൻ പറഞ്ഞ പോലെ 100-ൽ പരം സീറ്റുകൾ ഇതാ കിട്ടുന്നു. ഇത് വി.ഡി. സതീശൻ പറഞ്ഞതുകൊണ്ടല്ല എന്ന് നമ്മൾ ആദ്യമേ മുതൽ തന്നെ പറഞ്ഞു. നമ്മൾ 100 കണക്കിന് വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഏകാധിപതിയുടെ ആ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന് ഉള്ള ആ ശ്വാസം മുട്ടി നിന്ന ജനങ്ങളുടെ, ഇവനെ പറിച്ച് പുറത്തു തള്ളാനുള്ള ജനങ്ങളുടെ ആ ആവേശത്തിന്റെ ഫലമായിട്ടാണ് UDF-ന് സീറ്റ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങൾ ഈ പിണറായി വിജയന് നാണം കെട്ട പരാജയം നൽകുമ്പോഴും പിണറായി വിജയന്റെ കൂടെ നിന്ന ആ വലം കൈയായ വി.ഡി. സതീശനും തലയുയർത്തി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 101 സീറ്റുകളിൽ ഇപ്പോൾ മുന്നേറുമ്പോഴും വി.ഡി. സതീശന്റെ അവസ്ഥ നോക്കുക. അദ്ദേഹത്തിന്റെ ലീഡ് നില വളരെ കുറവാണ്. കഴിഞ്ഞ 25 വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പിന്നോട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച്. ഇദ്ദേഹം ഇത്രയും PR ചെയ്തിട്ടും ഇത്രയും റീൽസ് ഇറക്കിയിട്ടും അന്തിച്ചർച്ചകൾ നടത്തിച്ചിട്ടും മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടും അവാർഡുകൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടും എക്സിറ്റ് പോൾ ഏജൻസികളെ കൊണ്ട് ഫലപ്രഖ്യാപനം നടത്തിയിട്ടും മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യനാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടും സ്വന്തം നാട്ടിലെ ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന്റെ വാർഡിൽ വിജയിച്ചത് BJP ആണെന്ന് ഓർക്കണം. സ്വന്തം വാർഡിൽ ഒരു വാർഡ് മെമ്പറെ വിജയിപ്പിച്ചെടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്രകാരമുള്ള പറവൂർ മണ്ഡലത്തിൽ ഇത്രയും ഇദ്ദേഹം ജയിക്കുവാണെങ്കിൽ തന്നെ ആ വോട്ട് നില നോക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇദ്ദേഹമാണ്. ആ VD ഫാക്ടർ കൊണ്ടാണ് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നത് എന്ന് പറയുന്നതിനെ ആളുകൾ പുച്ഛത്തോടെ കാണും. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലെ ഇയാളുടെ പണം വാങ്ങുന്നവർ ആ വായ്ത്താളം മുഴക്കുവാൻ തുടങ്ങി. VD പറഞ്ഞതുപോലെ 100-ൽ പരം സീറ്റുകൾ. VD അല്ല പറഞ്ഞ് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതിയെ ജനങ്ങൾ തൂത്തെറിയുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, തോൽപ്പിക്കേണ്ട ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നത് കെ മുരളീധരനായിരുന്നു. ഇത്രയും വലിയ തരംഗമുള്ളപ്പോഴും കെ മുരളീധരൻ 1ഉം 2ഉം ഘട്ടങ്ങൾ എണ്ണുമ്പോൾ പിന്നിലായിരുന്നു. ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ മുന്നിലാണ്. പക്ഷെ അത് ഏത് നിമിഷവും മാറി മറിയാം. ഇത്രയും കനത്ത ഒരു തരംഗമുള്ളപ്പോൾ പോലും കെ മുരളീധരൻ ചക്രശ്വാസം വലിക്കുകയാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നേതൃത്വം കൊടുത്തിയ ആ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമാണ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയത്. ആ കനത്ത പരാജയം ഏറ്റുവാങ്ങി BJPക്ക് ഒരു കോർപ്പറേഷൻ ഭരണം നേടിക്കൊടുക്കുവാൻ ഈ കെ മുരളീധരനെ മുന്നിൽ നിർത്തിയത് കൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. അന്ന് ഞങ്ങളത് പറഞ്ഞിരുന്നു. ഇന്നിതാ വട്ടിയൂർക്കാവിൽ ഇത് ആവർത്തിക്കുന്നു. ഇയാളും ജയിച്ചാൽ തന്നെയും വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കത്തുള്ളൂ. അതുപോലെ പാലക്കാട് തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ശക്തമായ ക്യാമ്പയിനുകൾ നടത്തിയിട്ടും ഇത്രയും കോൺഗ്രസ് അനുകൂല വികാരം നിന്നിട്ട് പോലും പാലക്കാട് 17,000-ൽ ഏതാണ്ട് 18,000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ച സ്ഥാനത്താണ് ഇന്നോ കരഞ്ഞ് 2ാം സ്ഥാനത്ത് പോയതെന്ന് നമ്മൾ ഓർക്കണം. ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ അവസാന നിമിഷത്തിൽ ശോഭയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ചില പിഴവുകൾ ഉണ്ടായത് കൊണ്ടാണ് ശോഭ തോറ്റാലും തോൽക്കുന്നത്. അതിന് കൃത്യമായി ഷാഫി പറമ്പിലും സംഘവും ഒരുക്കിയ ആ കെണിയിൽ അവർ വീണു. അവരുടെ ആ ഓപ്പറേഷൻ സക്സസ് ആയി അവസാന നിമിഷം എന്ന് വേണം നമുക്ക് കരുതുവാൻ. പക്ഷെ എന്തു തന്നെയാണെങ്കിലും പാലക്കാട് ആ മിന്നും വിജയം ഉണ്ടായ, അതായത് കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്താണെന്ന് ഓർക്കണം. ആ ഒരു സമയത്ത് പോലും 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ആ സ്ഥാനത്ത് ഇന്ന് ശോഭയുടെ പിന്നിൽ UDF സ്ഥാനാർത്ഥി വന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല. എന്തായാലും മിഷൻ 250യുടെ ആ ഇമ്പാക്റ്റ് ആ വോട്ടിംഗ് ശതമാനത്തിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമാകും. അതുപോലെ തന്നെ അരമന കിങ്ങിണി എന്ന് നമ്മൾ വിളിച്ച സണ്ണി ജോസഫ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാക്കി ഇരുത്തിയ ഇദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ കൃത്യമായി ക്യാമ്പയിനുകൾ നമ്മൾ നടത്തിയിരുന്നു.
ആ സണ്ണി ജോസഫും ഇന്ന് ഓർക്കണം KPCCയുടെ അധ്യക്ഷനാണ്. ബാക്കിയുള്ള സാധാരണ നേതാക്കന്മാർ പോലും വലിയ ഭൂരിപക്ഷത്തിൽ മുന്നേറുമ്പോൾ പല ഘട്ടങ്ങൾ എണ്ണുമ്പോഴും കെ ശൈലജ ടീച്ചർക്ക് പിന്നിലേക്ക് പോയി, 2ാം സ്ഥാനത്തേക്ക് KPCC അധ്യക്ഷൻ പോയി. ഞങ്ങളുടെ പാർട്ടി 100-ലധികം സീറ്റുകൾ നേടും, വളരെ ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അയാളുടെ ഉള്ളിൽ തീയാണ്. പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുമോ എന്ന പാപം. നമുക്കറിയാം, മലമ്പുഴയിൽ പണ്ട് സംഭവിച്ചതുപോലെ 1990 സംഭവിച്ചതുപോലെ പാർട്ടി ജയിച്ചപ്പോൾ VS അച്യുതാനന്ദൻ തോറ്റു എന്ന് പറഞ്ഞതുപോലെ പാർട്ടി ജയിക്കുമ്പോൾ KPCC അധ്യക്ഷൻ തോക്കുന്ന അവസ്ഥ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ആൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാധാരണ ജനങ്ങൾക്ക് പേര് പോലും അറിയുവാൻ സാധിക്കാത്ത ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുന്നിൽ ഇതാ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ സ്നഗി വെച്ച് കെട്ടി നടക്കുമ്പോഴും ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ് പാണന്മാർ വാഴ്ത്തിപ്പാടിയ ആ കോരൻ വിജയൻ ഇതാ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങും എന്ന് ഭയന്നാണ് രായ്ക്ക് രാമാനം തൻ്റെ ഭാര്യയും മകളെയും കൊണ്ട് ഈ കോരൻ വിജയൻ നാടുവിട്ടത്. വീട്ടിൽ പമ്മിയിരുന്ന അയാൾ കാണുകയാണ്. ഇനി ആർക്കും ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണം ആരാണ് എന്ന് ചോദിച്ചു പോകേണ്ട. ധർമ്മടത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഇത്രയും ഷോ ഓഫ് കാണിച്ച സംസ്ഥാന ഖജനാവിലെ കോടിക്കണക്കിന് രൂപ എടുത്ത് മുടിപ്പിച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ആ നരാധമനെ ജനങ്ങൾ ഇതാ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ തീവട്ടി കുടുംബവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ നാണം കെട്ട വിജയൻ അവന്റെ ഭാര്യയും മകളുമൊത്ത് ചികിത്സയ്ക്കെന്ന പേരിൽ ഉടൻ തന്നെ ഇവൻ രാജ്യം വിടും. അതുപോലെ തന്നെ VD സതീശൻ എന്ന് പറയുന്ന ഇവന്റെ വലതുവശത്ത് കെട്ടാവുന്ന ആളാണ് വരുന്നതെങ്കിൽ ഈ പിണറായി വിജയന് രക്ഷപ്പെടുവാനുള്ള സകല അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കും. പിണറായി വിജയന്റെ ഭരണം നയിച്ചിരുന്നത് ഒരു മാഫിയ സംഘമാണ് എന്ന് നമുക്കറിയാം. ആ പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്ന മാഫിയ സംഘമാണ് VD സതീശന് വേണ്ടി PR-ഉം ക്യാമ്പയിനും എല്ലാം നടത്തിയത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി UDF അധികാരത്തിൽ വന്നാൽ പിണറായിയെ നിയന്ത്രിച്ചിരുന്ന പിണറായിയുടെ ഭരണം ബാക്ക് എൻഡിൽ നിന്ന് നിയന്ത്രിച്ച ആ മാഫിയ സംഘം സന്തോഷത്തിലാണ്. കാരണം അവർക്ക് തന്നെ ഇവനെ മുന്നിൽ നിർത്തി ഭരിക്കാം. അപ്രകാരം ഒരു അവസ്ഥ UDF നേതാക്കൾ, കോൺഗ്രസ് നേതൃത്വം അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്നത്. യാതൊരു കാരണവശാലും VDക്ക് ഇതിന്റെ വിജയം ക്ലെയിം ചെയ്യുവാൻ പറ്റത്തില്ല. UDFനെ സഹായിച്ച ഘടകം എന്ന് പറയുന്നത്, ഏക ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ സ്വേച്ഛാധിപതിയുടെ, ആ ഏകാധിപതിയുടെ ആ നാറിയ ഭരണത്തിൽ മനം മടുത്ത ജനങ്ങൾ ഇവനെ ആട്ടി പുറത്താക്കുന്ന അത്രത്തോളം വലിയ ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഈ നേട്ടമുണ്ടായത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. 99 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന നാണംകെട്ട പരാജയത്തിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് വരാൻ പോകുന്ന UDFനും ഒരു പാഠമായിരിക്കണം. 90, 100, 110 സീറ്റ് നൽകി ജനങ്ങൾ വിജയിപ്പിച്ചാലും അതിനകത്ത് മതിമറക്കരുത്. കാരണം ഇതേപോലെ ഈ പിണറായി ഇന്ന് നാണം കെട്ട് കട്ടിലിനടിയിൽ പമ്മിക്കിടന്ന് TV കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയമാണ്. അതുപോലെ ആ നാണം കെട്ട അവസരം നിനക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങൾ തരുന്ന ഈ മാൻഡേറ്റ് കുത്തിമറിയുവാനുള്ളതല്ല, അഹങ്കാരം കാണിക്കുവാനുള്ളതല്ല. ഈ കോരൻ വിജയനെ പോലെ അഹങ്കാരം കാണിക്കാനുള്ളതല്ല. അപ്രകാരം കാണിച്ചാൽ അതിന്റെ ആയുസ് 5 വർഷം മാത്രമാണ്, വലിച്ച് പുറത്തു കളയും എന്നതിന്റെ തെളിവാണ് ഈ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിസൾട്ട്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുവാൻ പോകുന്നത് കെ സുധാകരന്റെ പ്രതികരണമാണ്. കണ്ണൂരിൽ ഇതാ ആ കോൺഗ്രസിന് അടിയുറച്ച നേതൃത്വം നൽകിയ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് വളരെ നല്ല നിലയിൽ ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് VD സതീശൻ ഇടപെട്ട് തനിക്ക് ഇയാളും ഒത്തുപോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ കെ സുധാകരനെ മാറ്റിക്കളഞ്ഞത്. കെ സുധാകരൻ ഇന്ന് ആ MP-മാരെ മത്സരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അപ്രകാരം ഒരു ഡിസിഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനെതിരെ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതുമാകുമായിരുന്നു. ഇന്ന് ഈ കാണുന്ന വിജയം യാതൊരു കാരണവശാലും UDFന് ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാൽ കെ സുധാകരൻ ഒരു അടിയുറച്ച ഒരു കോൺഗ്രസ് നേതാവായി പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി അദ്ദേഹം കളത്തിലിറങ്ങി. അതിന്റെ റിസൾട്ട് നമുക്കവിടെ കാണാം.
കെ സുധാകരന്റെ വാക്കുകൾ കണ്ട ശേഷം ഉടനെ നമുക്ക് കൂടുതൽ ചൂടൻ വാർത്തകളുമായി മടങ്ങി വരാം. കോൺഗ്രസിന് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ആണ് മുൻപിൽ നിൽക്കുന്നത്. കണ്ണൂരിലെ പല ഇടത് വോട്ടുകളിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ കോൺഗ്രസിലേക്ക് വരികയാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു പ്രത്യേകമായി കോൺഗ്രസിന്റെ താല്പര്യം കാത്തു സൂക്ഷിക്കാൻ CPM-ന്റെ ആളുകൾ പുറപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. പിണറായിയെ തോപ്പിച്ചതാരെന്നറിയോ? നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. തളിപ്പറമ്പിലും പറഞ്ഞില്ല. അതെ, അവരെ പുറകോട്ട് പോവുകയാണ്. ഈ മുന്നേറ്റത്തെ എങ്ങനെയാണ് താക്ക് ഈ മുന്നേറ്റം ഞങ്ങളൊക്കെ നേരത്തെ പ്രവചിച്ചതാണ്. നിരവധി വട്ടം പറഞ്ഞിട്ടുണ്ട്. എല്ലാം 100% യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഈ വന്ന റിസൾട്ട് മുഴുവൻ. ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാന വാർത്ത, 5ാം റൗണ്ടിലും പിണറായി വിജയൻ പുറകിലാണ്. 1090 വോട്ടിന് അബ്ദുൾ റഷീദ് പിണറായി വിജയനെ ധർമ്മടത്ത് 2ാം സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുകയാണ്. ഓർക്കുക, ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ഏകാധിപതിയെ പോലെ. ഈ സ്വേച്ഛാധിപതി കഴിഞ്ഞ 10 കൊല്ലം ഞാനാണ് പാർട്ടി, ഞാനാണ് സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച് സകല സംവിധാനങ്ങളെയും തന്റെ ചൊൽപ്പടിയിൽ ഒതുക്കി കേരളത്തെ 10 കൊല്ലം കട്ടുമുടിച്ച ഈ തിരുട്ട് കുടുംബത്തിന് ധർമ്മടത്തെ നല്ലവരായ നാട്ടുകാർ അവരുടെ ചൂണ്ടുവിരൽ കൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ്. തനിക്ക് പണി കിട്ടുമെന്ന് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയ ആ പിണറായി, ആ തിരുട്ട് കുടുംബം ഭാര്യയും മക്കളെയും കറുത്ത പശുക്കളുമൊക്കെയായി രായ്ക്ക് രാമാനം അവൻ സ്ഥലം വിട്ടു. ചീമുട്ടയെറിഞ്ഞ് നാട്ടുകാർ അവനെ ഏകാധിപതിമാരെ എങ്ങനെയാണോ തെരുവിൽ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് ഭയന്ന പിണറായി വിജയൻ ദിവസങ്ങൾക്ക് മുമ്പ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഈ പരാജയം എന്ന് പറയുന്നത് CPM-ന്റെ പരാജയമല്ല, ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയുടെ സർവനാശങ്ങളുടെ തുടക്കമാണ്. ഇനി ഇപ്രകാരം ഒരു ഇന്ത്യയിലെ ഏക തുരുത്തായിരുന്നു അവശേഷിച്ചിരുന്നത്. ഈ തുരുത്തിലും ഈ ചുവപ്പ് കൊടി ജനങ്ങൾ വലിച്ചു കീറി ആറ്റിൽ കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലുള്ള ദയനീയമായ നാണംകെട്ട പരാജയമാണ് ജനങ്ങൾ ഇവരെ ഏൽപ്പിച്ചത്. അങ്ങനെ ധർമ്മടത്ത് ദയനീയമായ ഒരു പരാജയത്തിലേക്ക് ഇദ്ദേഹം പോവുകയാണ്. ഒരു ചെറുപ്പക്കാരനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായ അബ്ദുൾ റഷീദ് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിണറായി വിജയനോട് ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് ആക്രോശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ ഒരു പ്രത്യേക ആക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു. ആ ആക്ഷൻ കൊണ്ടാണ് 5ാം റൗണ്ട് എണ്ണുമ്പോഴും പിണറായി വിജയൻ ഇപ്പോൾ ധർമ്മടത്ത് പിന്നിലാണ്, 1090 വോട്ടുകൾക്ക് പിന്നിലാണ്. അബ്ദുൾ റഷീദ്, UDF-ന്റെ അബ്ദുൾ റഷീദ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. അബ്ദുൾ റഷീദിന്റെ പ്രതികരണം കണ്ട ശേഷം ഉടനെ നമുക്ക് തിരികെ വരാം. 5 വർഷക്കാലം തളിപ്പറമ്പിൽ പണിയെടുത്തവരാണ്. 5 വർഷക്കാലം. എന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരിട്ട് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ അന്ന് 4 ലക്ഷത്തോളം വോട്ട് കുറച്ചിരുന്നു. 5 വർഷക്കാലം നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി തന്നെ തളിപ്പറമ്പിൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ പാർട്ടി മുന്നണി ഒരു തീരുമാനമെടുത്തു. ഒരു TK ഗോവിന്ദൻ വരുമ്പോൾ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം, അദ്ദേഹത്തെ പ്ലേസ് ചെയ്യണം. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനത്തെ മറുത്തൊരക്ഷരം പറയാതെ ആ സെക്കൻഡിൽ അനുസരിച്ച് ധർമ്മടത്തേക്ക് മാറിയ ഒരാളാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു
ഇത് ബാലികറ മലയാണ്, 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്, 8 പഞ്ചായത്തും ഇടതുപക്ഷമാണ്, ഒരു പഞ്ചായത്തിൽ നമുക്ക് ഭരണമില്ല. അപ്പോ പിന്നെ പലരും പലതും പറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തോടെ ഞാൻ എന്റെ UDF നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ചേർത്ത് പിടിച്ച് പോരാടിയപ്പോ UDF ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത ചെമ്പിലോടിലാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം. UDF ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്തിലാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം. ഞങ്ങൾക്ക് കുറച്ചൊരു പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. ഞങ്ങൾക്ക് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റിയിടത്താണ് ഞങ്ങൾ ഈ മുന്നേറ്റം നടത്തിയത്. ഇനി കടന്നു പോകുന്നതൊക്കെ CPM പാർട്ടി ഗ്രാമങ്ങളിലേക്കാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇടങ്ങളാണ്, ജനാധിപത്യത്തെ പൂർണ്ണമായും ധ്വംസനം നടത്തിയ ഇടങ്ങളാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടങ്ങളിലൊക്കെ അതിഭീകരമായ കള്ളവോട്ട് CPM ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഞാൻ ജനങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. UDF നേതാക്കന്മാരും പറഞ്ഞു ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനം അത് സ്വീകരിച്ചു. ഇപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് ലോകം ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മുഖ്യമന്ത്രിയാണ് 10 വർഷം, ഏതാ ഇത് ധർമ്മടം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഡീലിമിറ്റേഷനിൽ CPM വേണ്ടി മാത്രമായി മുറിച്ചുണ്ടാക്കിയ ഒരു മണ്ഡലാണ്. പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന മണ്ഡലാണ്. പെരളശ്ശേരി സഖാവ് ആയിലത്ത് കുറ്റേരി ഗോപാലന്റെ ജന്മനാട് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയാണ്. പിണറായി വിജയന് ന്യായീകരിക്കുവാൻ ഇനി ചെറിയ ക്യാപ്സൂളുകൾ ഒന്നും പോരാ. കണ്ണൂരിൽ പാർട്ടിയുടെ കോട്ടകളെല്ലാം തകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ നേതാവിനെ വിമതൻ എന്ന ചാപ്പകുത്തി അദ്ദേഹത്തെ 51 വെട്ടുകൾ വെട്ടി ഇല്ലാതാക്കിയ ദിവസമാണെന്ന്. ഒരുപക്ഷെ ഇത് ചരിത്ര നിയോഗമാവാം. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടുന്നത് ഇതിനെയാണ്. കണ്ടോ, ഇത് കൃത്യമായി TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി പാർട്ടിയെ വഞ്ചിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന, വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പരനാറികൾക്കല്ലേ കുലംകുത്തികൾക്ക് നൽകിയ ഒരു താക്കീതായിരുന്നു TP ചന്ദ്രശേഖരൻ വധം. 51 വെട്ടുകൾ വെട്ടി പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വിമതന്മാർക്കുള്ള ഒരു മറുപടിയായിരുന്നു TP ചന്ദ്രശേഖരൻ വധം. ആ TP ചന്ദ്രശേഖരനെ വധിച്ചതിന്റെ 14ാം വർഷദിനമായ ആ മെയ് 4-ാം തീയതി ഇന്നിതാ പിണറായി വിജയൻ ഇതാ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങുന്നു. കമ്മ്യൂണിസത്തിന്റെ അടിത്തറ കേരളത്തിൽ തകരുന്നു, കമ്മ്യൂണിസത്തിന്റെ അടിത്തറ ഇന്ത്യയിൽ തകരുന്നു എന്ന് വേണം പറയുവാൻ. ആ മെയ് 4-ാം തീയതി ആ TP ചന്ദ്രശേഖരെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ വിമതന്മാർ എന്നേക്കും അവസാനിക്കും എന്ന് കരുതിയവർക്ക് തെറ്റി. ആ TP ചന്ദ്രശേഖരന്റെ പത്നി KK രമ ഇതാ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും നിയമസഭയിൽ TP ചന്ദ്രശേഖരന്റെ പത്നി വിജയശ്രീലാളിതയായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ആ മുഖ്യമന്ത്രി കസേരയിൽ വിരാജിച്ചിരുന്ന, ഞാനാണ് പാർട്ടി, ഞാനാണ് സർവവും എന്ന് പറഞ്ഞിരുന്ന ആ പിണറായി വിജയൻ എന്ന് പറയുന്ന 40 അകമ്പടി വാഹനങ്ങളോടെ നടന്ന, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് പറന്നു നടന്ന, ക്ലിഫ് ഹൗസിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിമാരും ചെയ്യാത്ത പണികൾ കാണിച്ച് കാലിത്തൊഴുത്തുണ്ടാക്കുക, കന്നുകാലിക്ക് AC വെക്കുക, നീന്തൽക്കുളം കോടികൾ മുടക്കി നവീകരിക്കുക, ലിഫ്റ്റ് വെക്കുക, ഇയാൾക്ക് കറങ്ങാൻ പോകുന്ന ആ തീവട്ടി യാത്രയുടെ വണ്ടിക്ക് ലിഫ്റ്റ് വെക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൻ ചെയ്തു കൂട്ടിയത്. പിണറായി വിജയ, നീ ഓർമ്മയുണ്ടോ, ITV ന്യൂസ് റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുവാൻ നീ എത്ര തവണ ഞങ്ങൾക്കെതിരെ കേസെടുത്തു? നിന്റെ ഉച്ഛിഷ്ടവും നിന്റെ അമേദ്യം തിന്നുന്ന നിന്റെ കാക്കിയിട്ട നാറികൾ, നിന്റെ വാലാട്ടിപ്പട്ടികൾ, ആ വാലാട്ടിപ്പട്ടികളെല്ലാം ഇപ്പോൾ എവിടെ പോയി? നീ എത്ര കേസ് ഞങ്ങൾക്കെതിരെ എടുത്തു? ITV ന്യൂസ് റെയ്ഡ് ചെയ്തു, പൂട്ടിക്കാൻ നോക്കി, എന്ത് സംഭവിച്ചു? നീ നിതാ പട്ടിയെ പോലെ ചരിത്ര തോൽവി വാങ്ങി നിന്റെ കട്ടിലിനടിയിൽ നീ ഒളിച്ചു കിടന്ന് TV കാണുന്നു. ഇതാടാ പരനാറി വിജയ കാലത്തിന്റെ കാവ്യനീതി. നീ ഇനി പുറത്തിറങ്ങുമോ? 40 അകമ്പടി വാഹനങ്ങൾ നിനക്ക് കാണുമോ? നിനക്ക് വേണ്ടി ഈ നാരത്തരങ്ങൾ കാണിച്ച പോലീസ് ഏമന്മാർ നിന്നെ കാണുമ്പോൾ ഇനി സല്യൂട്ട് അടിക്കുമോ, മുണ്ടുപൊക്കി കാണിക്കുമോ? ഇതേപോലുള്ള പണികൾ കാണിക്കുന്ന, തരവഴി കാണിക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാവും ഓർക്കണം, ജനങ്ങൾ നൽകുന്ന മാൻഡേറ്റ് 5 വർഷത്തേക്ക് മാത്രമാണ്. ഇത് ആയുഷ്കാലത്തേക്കല്ല എന്നൊരു ഓർമ്മ വേണം. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന, സത്യത്തിനു വേണ്ടി സംസാരിക്കുന്ന,
എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും അതിൽ നിന്നും മാറാതെ നിൽക്കുന്ന ITV ന്യൂസ് ഇന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഈ ദിവസവും ഞങ്ങൾ തലയുയർത്തി ഇവിടെ നിന്ന് തത്സമയം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സത്യമേവ ജയതേ, സത്യമേ വിജയിക്കൂ. നീ ഇന്ന് എവിടാണ് വിജയ? ഇതാ ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇന്നും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. UDF അധികാരത്തിലേറി ആര് വന്നാലും ആ മുഖ്യമന്ത്രി പദത്തിൽ വരുന്ന ഏതൊരാളും ഓർത്തിരിക്കേണ്ടുന്നത് ഇതാണ്: നാളെ നിങ്ങൾക്കും ഈ പരനാറി വിജയന്റെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവാം. ജനങ്ങൾ ചൂണ്ടുവരൽ വെച്ച് നിന്നെയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന ദിവസം വരും. അന്നും ഞങ്ങളിവിടെ കാണും സത്യത്തെ മുറുകെ പിടിച്ച്. അതുകൊണ്ട് ഇത്തരം വിരട്ടലുകളും ഇത്തരം തെമ്മാടിത്തരങ്ങളും കാണിച്ച നിന്റെയൊക്കെ അവസാനം ദയനീയമായ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. TP ചന്ദ്രശേഖരനെ വെട്ടി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതോടെ ഒരു വലിയ ഒരു ചരിത്ര വഴിമാറ്റം, ചരിത്രത്തിന് ഒരു മാറ്റം ഉണ്ടാകുകയായിരുന്നു. അതിനുശേഷം ആ നിലപാടുകൾ തന്നെ ഇവർക്ക് മാറ്റേണ്ടി വന്നു. 51 വെട്ടുകൾ വെട്ടി നിശബ്ദമാക്കുവാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് TP ഇവിടെ ഉണ്ടായി. പോടാ പുല്ലേ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ധൈര്യം സഹാക്കന്മാർക്കുണ്ടായി. അപ്രകാരം പാർട്ടി വിട്ട പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, G സുധാകരൻ, ഇപ്പോൾ ഇവരൊക്കെ ഇതാ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മുന്നേറുമ്പോൾ പിണറായി വിജയന്റെ അവസ്ഥ എന്താണ്? സ്വന്തം മരുമോൻ പോലും 4000-5000 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നേറ്റ് കൊണ്ടിരിക്കുമ്പോൾ അമ്മായിയപ്പൻ ഇതാ കട്ടിലിനടിയിൽ കുനിഞ്ഞു കിടക്കുകയാണ് പേടിച്ച്. പിണറായി വിജയ, നാളത്തെ നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. ഇനി പിണറായിയാൽ അപമാനിക്കപ്പെട്ട ആ G സുധാകരന്റെ പ്രതികരണം കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. കഴിഞ്ഞ 2 തവണയും ഓരോ സീറ്റേ ഉള്ളൂ UDF. അതായത് 2015-ലും 16-ലും, ശരിയല്ലേ? ബാക്കി 8 സീറ്റും. ഇപ്പം അതുണ്ടാവില്ല, വ്യത്യാസം കുറയും. എത്ര കുറയുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുറയും, മുമ്പോട്ട് പോയില്ല. കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റു മണ്ഡലങ്ങളിലെല്ലാം? എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരമായിരുന്നു. കടുത്ത മത്സരം തന്നെയായിരുന്നു. ഞാൻ പിന്നെ സ്വതന്ത്രനായതുകൊണ്ട് എൻ്റെ മത്സരം കുറച്ചുകൂടെ കടുക്കും. സ്വതന്ത്രനല്ലേ? എവിടെയായിരിക്കും കൂടുതൽ ലീഡ് ലഭിക്കുക? മുനിസിപ്പാലിറ്റിയിൽ 6000 ലീഡായിരുന്നു കഴിഞ്ഞുണ്ടായിരുന്നത്. അത് മറ്റേ LDF-ൽ നിന്നപ്പോൾ. അന്ന് UDF-നോട്ടപ്പുറത്ത് കിടക്കല്ലേ, അത് മൊത്തം ഇനി വരികയല്ലേ. പ്ലസ് നമുക്കായി വോട്ട് ചെയ്ത കുറേ പേര് കാണുമല്ലോ, അതും വരുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ മെജോറിറ്റി വരാനാണ് സാധ്യത. അങ്ങനെ എൻ്റെ വിശ്വാസം. അതൊന്നും പറയാൻ പറ്റില്ല. ഭൂരിപക്ഷം ഞാൻ ഇതുവരെ പറഞ്ഞു ജയിക്കും എന്നുള്ള പറയുന്നത്. ഭൂരിപക്ഷം വേറൊരു കാര്യമാണ്. സലാം ചില കാര്യങ്ങൾ പരമ്പരയൊക്കെ എഴുതുന്നുള്ള ഭീഷണിയുണ്ട് ഇങ്ങനെ വെല്ലുവിളി. അത് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ തിരുവനന്തപുരത്ത് എനിക്കൊരു അവാർഡുണ്ടായിരുന്നു, EVC എന്ന എഴുത്തുകാരൻ്റെ പേരിൽ. ആദ്യമായിട്ടൊരു അവാർഡാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചത്. അത് എനിക്ക് തന്നു. എനിക്കത് തന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു തന്നത്. പിന്നെ CPI ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് +1 നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതുപോലെ ഇത്രയൊന്നും ഉണ്ടായിരുന്നു. 3 ഇരട്ടി ടെലിവിഷൻകാരും താഴെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതൊരാളിങ്ങനെ അമ്പലപ്പുഴയിലെ എതിർ സ്ഥാനാർത്ഥി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വർഗീയവാദിയല്ല, വേറെന്തോ ഒരു മൃഗീയവാദിയാണ്, എന്ത് വേണോ എന്തോ പറഞ്ഞു. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചതായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ വിളിച്ചില്ലെങ്കിലും എന്നെ അങ്ങനെ വിളിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുകയും ചെയ്തു. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇത് സംഭവിക്കുന്ന 1-ാം തീയതി അല്ലേ, 30-ാം തീയതി 1-ാം തീയതി അവധിയല്ലേ, 2-ാം തീയതി മാധ്യമങ്ങൾ, പ്രിന്റഡ് മാധ്യമങ്ങളെല്ലാം കൂടി ഇങ്ങനെ അമ്പലപ്പുഴയിൽ പോയി അതൊക്കെ പറഞ്ഞു. ചുമ്മാ അത് കിട്ടും എന്താ കഥയിൽ വെച്ച് വാർത്ത കൊടുത്തു. ഇത്രയുള്ള സംഭവം. ഞാൻ ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയെയും ആക്ഷേപിച്ചിട്ടില്ല. മറ്റേ എതിർ സ്ഥാനാർത്ഥി ആളുകളുടെ പ്രൈവറ്റായ കാര്യങ്ങൾ പറയുക. 63 വർഷമായി എന്നെ പറ്റി പ്രൈവറ്റായിട്ട് പറയാനൊരു സംഭവം കൂടെ ഉണ്ടായിട്ടില്ല. സമൂഹത്തിന് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല.
അപ്പോൾ വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ പറയുന്നത് അതൊരു രാഷ്ട്രീയ രീതിയല്ല, അതൊരു ക്രിമിനൽ രീതിയാണ്. രാഷ്ട്രീയക്കാർ ഒരിക്കലും ഒന്നും പറയത്തില്ല, ഭീഷണിപ്പെടുത്തുകയല്ലേ. ഞാൻ കാണിച്ചു തരാം, 10 ദിവസം കഴിയട്ടെ, ഞാൻ പരമ്പര എഴുതും. ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകൻ ഞാൻ പറയുന്നു. അതപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ആ ഒരു കൾച്ചർ പോയി അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു ഭീഷണിക്കാരനും ത്രഡ്, ഇൻറ്റിമിഡേഷൻ, അതുപോലെ തന്നെ ഭയപ്പെടുത്തുക, ഡിഫമേഷൻ, ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായ കാര്യമാണെന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് അത്തരക്കാലം പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.